ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഒരു പാൽപ്പായസം. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ നുറുക്ക് ഗോതമ്പ് ഇതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4-5 വിസിൽ വന്നു കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. എൻ്റെ നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊരു തവി കൊണ്ട് നന്നായി ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് പാൽപ്പായസം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പാനിലും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു ചേരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ഒരു 4-5 ഏലക്ക നന്നായി ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഓണസദ്യയിൽ ഇലയിൽ വിളമ്പാൻ പറ്റിയ നല്ല അടിപൊളി പായസമാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.